ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ജീവിതം പെർഫെക്റ്റ് ആകേണ്ടതില്ല. മീനിങ്ഫുൾ ആയാൽ മതി. പെയിൻ ഉണ്ടാകും, സ്ട്രഗിൾ ഉണ്ടാകും, കൺഫ്യൂഷൻ ഉണ്ടാകും. നിങ്ങൾ വളരുന്നു എന്നത് മതി. നിങ്ങൾ നിങ്ങളോട് എങ്ങനെ സംസാരിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. സെൽഫ് ടോക്കാണ് നിങ്ങളുടെ ഇന്നർ വേൾഡ്. നിങ്ങളോട് തന്നെ കടുപ്പം കാണിക്കരുത്. കൈൻഡ് ആയിരിക്കുക, ദയുള്ളവരായിരിക്കുക. ബന്ധങ്ങളിൽ ക്ലാരിറ്റി വേണം, കൺഫ്യൂഷൻ അല്ല. ലവ് പെയിൻ നൽകുന്നുണ്ടെങ്കിൽ അത് ലവ് ആയിരിക്കണമെന്നില്ല. പീസ് ഇല്ലാത്ത ബന്ധം റെഡ് ഫ്ലാഗ് ആണ്. ഹെൽപ്പ് ചോദിക്കുന്നത് ധൈര്യമാണ്. എനിക്ക് ഒറ്റയ്ക്ക് കഴിയില്ല എന്ന് പറയാൻ ധൈര്യം വേണം. സപ്പോർട്ട് തേടുന്നത് ഒരു പോരായ്മയല്ല. ഫീലിംഗുകളെ അടിച്ചമർത്തരുത്. ദുഃഖം, കോപം, ഭയം ഇവയെല്ലാം മനുഷ്യരായതിൻ്റെതാണ്. സപ്രസ് ചെയ്യുന്നതല്ല, പ്രോസസ് ചെയ്യുന്നതാണ് ആരോഗ്യം. കമ്പാരിസൺ വിഷമാണ്. തെറ്റ് പറ്റുന്നത് മനുഷ്യ സ്വഭാവമാണ്. തെറ്റ് നിങ്ങൾ മോശം ആളെന്നല്ല, തെറ്റിൽ നിന്നും പഠിക്കാത്തതാണ് നിങ്ങളിലെ പ്രശ്നം. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ എല്ലാവർക്കും ശരിയാകണമെന്നില്ല. ബൗണ്ടറി വെക്കുന്നത് സെൽഫിഷ്നെസ് അല്ല, സെൽഫ് റെസ്പെക്റ്റ് ആണ്. അതിർത്തികൾ ബന്ധങ്ങളിൽ വെക്കുക. മനസ്സിന് വിശ്രമം നൽകുക. ശരീരം മാത്രമല്ല, മനസ്സും ക്ഷീണിക്കും. എല്ലായ്പ്പോഴും സ്ട്രോങ് ആയിരിക്കണമെന്നില്ല. റെസ്റ്റ് പോരായ്മയല്ല. നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ളതും ഇല്ലാത്തതും വേർതിരിക്കുക. എല്ലാം നമ്മുടെ കയ്യിലല്ല. നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എനർജി കളയരുത്. നിയന്ത്രിക്കാൻ പറ്റുന്നതിൽ മാത്രം ശ്രദ്ധിക്കുക. സാധാരണ രീതിയിൽ മറ്റുള്ളവരുടെ സ്വഭാവം, തീരുമാനങ്ങൾ, ചിന്തകൾ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റണമെന്നില്ല. പകരം നിയന്ത്രിക്കാൻ പറ്റുന്നതിൽ മാത്രം ശ്രദ്ധിക്കുക. നമ്മുടെ പ്രതികരണം, നമ്മുടെ തീരുമാനം, നമ്മുടെ ബൗണ്ടറീസ്, നമ്മുടെ എഫേർട്ട്, നമ്മുടെ സെൽഫ് കെയർ. അതെ, നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് എനർജി കളയരുത്. നിങ്ങളെ മനസ്സിലാക്കാത്തവരെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കരുത്. എല്ലാവരും നിങ്ങളെ മനസ്സിലാക്കണമെന്നില്ല. അത് നിങ്ങളുടെ തെറ്റുമല്ല. കാരണം ഓരോരുത്തരും ലോകത്തെ കാണുന്നത് അവരുടെ ട്രോമ, കണ്ടീഷനിങ്, ബിലീഫ് വഴി എല്ലാമാണ്. നിങ്ങളെ തെറ്റായി കാണുന്നവർ നിങ്ങളെക്കാൾ അവരുടെ ഉള്ളിലെ കഥകളെയാണ് കാണുന്നത്. നിശബ്ദത എപ്പോഴും ദുർബലമല്ല. ചിലപ്പോൾ അത് നിങ്ങളിലെ മെച്യൂരിറ്റിയാണ്. ഇമ്മീഡിയറ്റ് റിലീഫ് തേടുന്നത് ലോങ് ടേം പെയിന് നിങ്ങളിൽ സൃഷ്ടിക്കുന്നതാണ്. എല്ലാവർക്കും നല്ലവനാവാൻ ശ്രമിച്ചാൽ നിങ്ങളോട് മാത്രം നിങ്ങൾ മോശമായി പോകും. ഓവർ തിങ്കിങ് പ്രോബ്ലം സോൾവിംഗ് അല്ല. പലർക്കും തോന്നും ഞാൻ കൂടുതൽ ആലോചിച്ചാൽ സൊല്യൂഷൻ കിട്ടുമെന്ന്. പക്ഷേ സൈക്കോളജി പറയുന്നത് ഓവർ തിങ്കിങ് ചിന്തകളുടെ ചുറ്റും നടത്തലാണ്, സൊല്യൂഷനിലേക്ക് പോകലല്ല. അവ മനസ്സിന് അസുഖം നൽകുന്നു. ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാം പെർഫെക്റ്റ് ആകാൻ വേണ്ടിയല്ല, പീസ്ഫുൾ, മീനിങ്ഫുൾ ആയിരിക്കാനാണ്.